ഇപ്പോൾ BJP നേതാവ് ശ്രീ BG വിഷ്ണു ടെലിഫോൺ ലൈനിൽ. ശ്രീ വിഷ്ണു, വളരെ തിരക്കേറിയ ഒരു സ്ഥലം, തിരുവനന്തപുരം പോലെ തലസ്ഥാന നഗരത്തിൻ്റെ തൊട്ടടുത്ത് കോടതി, ഏറ്റവും തിരക്കേറിയ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെയുള്ള സ്ഥലത്ത് ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന നിലയിൽ ഒരു സ്റ്റേജ് കെട്ടാൻ അനുവദിക്കുക, ഇത് അനുവാദത്തോടെ ചെയ്തതോ അനുവാദമില്ലാതെ ചെയ്തോ, ഇത് എന്താണ് ഈ നടക്കുന്നത്? ഹലോ വിഷ്ണു, കേൾക്കാമോ? ഹലോ, കേൾക്കാം. അല്ല, ഇത് പോലീസ് സ്റ്റേഷന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു വഴിയിൽ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? അതെ, എല്ലാവിധ നിയമവും അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജ് ഗതാഗത തടസ്സം ഉണ്ടാക്കി അവിടെ പണിതിട്ടുള്ളത്. വഞ്ചൂർ CA വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പണിയാൻ വേണ്ടി യാതൊരുവിധ അനുമതിയും കൊടുത്തിട്ടില്ല, എന്നാൽ എന്തുകൊണ്ട് അത് തടസ്സപ്പെടുത്താനോ അത് പൊളിച്ചു മാറ്റാനോ ശ്രമിക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് യാതൊരു നിർവാഹവുമില്ല, എനിക്ക് ഈ കസേരയിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഭീഷണികളാണ് കഴിഞ്ഞ അരമണിക്കൂറിൽ തന്റെ ഫോണിലേക്ക് CPM നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് എത്തിയതെന്ന് പറഞ്ഞ് CA ഇപ്പോൾ കൈയൊഴുകിയാണ്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഗൽ സെൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കമ്മീഷണർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. കാരണം പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് ഇത്രയും വലിയൊരു ഗതാഗത ലംഘനം കണ്ടിട്ട് ഒരു അനുമതിയില്ലാതെ ഒരു പ്രകടനം നടത്തിയാൽ വലിയ കുറ്റം ചുമത്തുന്ന പോലീസ് തന്റെ മൂക്കിൻ തുമ്പത്ത് വലിയ രീതിയിലുള്ള നിയമവിരുദ്ധമായി കണ്ടിട്ടും കാണാൻ കഴിയാത്ത പോലീസ് തന്നെയാണ്. നമ്മളിപ്പോ ഈ വാർത്ത കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി എല്ലാ മാധ്യമങ്ങളും. പോലീസ് തന്നെയാണ് അവിടെ നിന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു സ്കൂൾ ബസ്സും മറ്റൊരു വാഹനവും ഒരഞ്ഞില്ല എന്ന മട്ടിലാണ് കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മമാരൊക്കെ കുട്ടികളുമായിട്ട് സ്കൂട്ടറിൽ, എല്ലാവരും കുട്ടികളെ, ഒന്നോ രണ്ടോ കുട്ടികളെയൊക്കെ ബാഗ് മുക്കിയായിട്ട് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇത്ര വലിയ തിരക്കൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതിനിടയിലാണ് പോലീസ് കഷ്ടപ്പെട്ടിപ്പോൾ ഈ ഗതാഗത കുരുക്ക് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അതെ, പൂർണ്ണമായും പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് വീഴ്ച എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സ്റ്റേജ് കെട്ടുന്നതെല്ലാം പോലീസിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവർക്കത് കാണാനും കൃത്യമായി ഇടപെടാനൊക്കെ കഴിയുമായിരുന്നു. പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം ഒരു കാരണവശാലും അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. തീർച്ചയായിട്ടും വിഷ്ണു, ഇതിലിപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമ്മുടെ മാതൃഭൂമിയുടെ അനുമതി ലഭിച്ചിട്ടില്ല. ഞാൻ വഞ്ചൂർ CAയുമായിട്ട് നേരിട്ട് സംസാരിച്ചതാണ്. യാതൊരുവിധ അനുമതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് വഞ്ചൂർ SHO പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരണം തേടിയപ്പോഴും പോലീസ് ഫോൺ എടുക്കുന്നില്ല, പ്രതികരിക്കാനും തയ്യാറാകുന്നത്. കാരണം അവർക്ക് ഇതിപ്പോ രാഷ്ട്രീയത്തിന്റെ അല്ലേ, ഭരിക്കുന്നവർക്ക് എന്തുമാകാം എന്നൊരു തോന്നലേ വരൂ ഈ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കണ്ടാൽ. സംശയമൊന്നുമില്ല, അധികാരമുള്ളത് കൊണ്ട് കേരളത്തിൽ എന്തും ആകാമെന്നുള്ള CPMന്റെ ധാർഷ്ട്യമാണ് ഇപ്പോൾ വഞ്ചൂരിൽ കോടതിക്ക് മുന്നിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.